Redmi Note 11 സീരീസ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Redmi Note 11 സീരീസിൽ ഇപ്പം രണ്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Redmi Note 11ഉം അതുപോലെ തന്നെ Redmi Note 11Sഉം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi Note 11 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ Redmi Note 11ൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഫോണിൽ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഫോണുകളിൽ മാത്രമാണ് AMOLED ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നത്. അപ്പം അത് തന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. അതിൻ്റെ കൂടെ ഈ ഫോണിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണുകളിലും നമുക്ക് AMOLED ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറിൻ്റെ കൂടെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും കൂടി കിട്ടുന്നില്ല. അപ്പം അത് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ Redmi Note 11ൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 179 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണ് Redmi Note 11 എന്ന ഫോൺ. പിന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.09 mm ആണ്. ഈ ഫോണിൻ്റെ ബാക്കിൽ ഇവോൾവ് ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൽ IP53 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പേസ് ബ്ലാക്ക്, ഹൊറൈസൺ ബ്ലൂ, അതുപോലെ തന്നെ സ്റ്റാർബസ്റ്റ് വൈറ്റും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. Redmi Note 10 എന്ന ഫോണിൻ്റെ സക്സസറായിട്ടാണ് Redmi Note 11 എന്ന ഫോൺ വരുന്നത്. Redmi Note 10 എന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 678 എന്നുള്ള പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സ്നാപ്ഡ്രാഗൺ 678 എന്നുള്ള പ്രോസസ്സറിൻ്റെ സക്സസറാണ് സ്നാപ്ഡ്രാഗൺ 680 എന്ന്. പക്ഷേ ശരിക്കും ഒരു സക്സസർ എന്ന് പറയാൻ പറ്റില്ല. ക്ലോക്ക് സ്പീഡ് കൂടുതൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറിൽ തന്നെയാണ്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള കോറുകൾ സ്നാപ്ഡ്രാഗൺ 678 പ്രോസസ്സറിൽ വരുന്നുണ്ട്. കോർട്ടെക്സ് A76 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 460യുടെ കോറുകളൊക്കെയാണ് സ്നാപ്ഡ്രാഗൺ 678 എന്നുള്ള പ്രോസസ്സറിൽ വരുന്നത്. എന്നാൽ Redmi Note 11ൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറിൽ കോർട്ടെക്സ് A73 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 265ൻ്റെ കോറുകളൊക്കെയാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള കോറുകളും കാര്യങ്ങളൊക്കെ സ്നാപ്ഡ്രാഗൺ 678 എന്നുള്ള പ്രോസസ്സറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ GPUം ബെറ്റർ ആയിട്ട് വരുന്നത് സ്നാപ്ഡ്രാഗൺ 678 എന്നുള്ള പ്രോസസ്സറിലാണ്. സ്നാപ്ഡ്രാഗൺ 678 എന്നുള്ള പ്രോസസ്സറിൽ Adreno 612 എന്നുള്ള GPU കൊടുത്തിട്ടുണ്ട്. 680 എന്ന പ്രോസസ്സറിൽ Adreno 610 എന്നുള്ള GPU ആണ് വരുന്നത്. അപ്പം ഓവറോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ Redmi Note 10ലായിരിക്കും വരിക. കാരണം അതിലാണ് ബെറ്റർ ആയിട്ടുള്ള കോറുകളും GPUയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്ന് വിചാരിച്ചിട്ട് സ്നാപ്ഡ്രാഗൺ 680 അത്ര മോശമാണെന്നല്ല. സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറിനും ചില അഡ്വാൻറ്റേജസ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ 6nm പ്രോസസ്സറാണ്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 678 എന്നുള്ള പ്രോസസ്സർ 11nm പ്രോസസ്സറാണ്. അപ്പോൾ കുറച്ചും കൂടി പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറായിരിക്കും. അതുപോലെ തന്നെ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പ്രോസസ്സറിൻ്റെ പേര് മാത്രം കേട്ടിട്ട് Redmi Note 11 ആയിരിക്കും പെർഫോമൻസിൽ ബെറ്റർ എന്ന് വിചാരിക്കരുത്. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 6GB റാമും 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 1 TB വരെ മെമ്മറി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ റാം ബൂസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 2GB റാം എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഗ്രാഫൈറ്റ് ഷീറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വൈബ്രേഷൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് Z ആക്സിസ് വൈബ്രേഷൻ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ Android 11 ബേസ് ആയിട്ടുള്ള MIUI 13 സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് വരുന്നുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. രണ്ടാമത് 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്ന 118 ഡിഗ്രിയാണ്. മൂന്നാമത് 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും നാലാമത് 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ റെഡ്മി നോട്ട് 10 എന്ന ഫോണിലും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 13,499 രൂപയാണ്. 6GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 14,499 രൂപയാണ്. അതുപോലെ തന്നെ 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. പിന്നെ വിലയുടെ കാര്യത്തിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെഡ്മി ഈ ഫോണിൻ്റെ വില അനൗൺസ് ചെയ്ത സമയത്ത് ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രൈസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഓഫർ പ്രൈസാണ്. ഈ ഒരു വില ഇനി കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഓഫർ പ്രൈസ് എത്ര കാലം ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും റെഡ്മി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടില്ല. ഫെബ്രുവരി 11 ഈ ഫോണിൻ്റെ ആദ്യത്തെ സെയിൽ ആമസോൺ വഴിയും അതുപോലെ തന്നെ mi.com വഴിയുമായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 11 എന്ന ഫോണിൽ 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ റെഡ്മി നോട്ട് 10 എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ ബെറ്റർ ആയിട്ടുള്ള കോറുകളുമായിട്ട് വരുന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിലാണെങ്കിൽ 90 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഒരു ഫോൺ സെലക്ട് ചെയ്യുക. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ഫോൺ തന്നെയാണ് റെഡ്മി നോട്ട് 11 എന്ന ഫോൺ. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.